വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള ആശങ്ക രാഷ്ട്രപതിയെ ബി.ജെ.പി. പ്രതിനിധി സംഘം ധരിപ്പിച്ചു. വിവരങ്ങൾ നൽകാനായി MS വീണ ചേരുകയാണ്. വീണ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, കാട്ടുകൊള്ളയെക്കുറിച്ച് ഗൗരവമായി തന്നെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരയിലേക്ക് വിവരങ്ങൾ ധരിപ്പിക്കുകയാണ്. എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം ഗൗരവമാണ് ഈ നീക്കം? ശ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയങ്ങൾക്ക് മുമ്പാണ്, വൈകുന്നേരത്തോടു കൂടിയാണ് ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ വിശ്രമിക്കുകയാണ് രാഷ്ട്രപതി നിലവിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം രാഷ്ട്രപതിയെ കൂടിക്കാഴ്ച നടത്തിയത്. അതിലേറ്റവും നിർണായകം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അത് പൊതുജനങ്ങൾക്കും ഭക്തർക്കുമുള്ള ആശങ്കകൾ, അതിലുണ്ടാകുന്ന ഉത്കണ്ഠകളെല്ലാം രാഷ്ട്രപതിയെ വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ധരിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വൈകിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച നടന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രതിനിധി സംഘത്തിലുള്ളവരും പങ്കെടുത്തിരുന്നു. BJP നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, അതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, BJP സംസ്ഥാന ഉപാധ്യക്ഷയായ R ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ പ്രതിനിധി സംഘം നിരവധി പേരാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിയെ കണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. ഈ വിഷയം മാത്രമല്ല, ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു വിഷയത്തിൽ BJP പ്രതിഷേധ പരിപാടികളടക്കം സംസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വിഷയം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് BJP മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി ഭക്തരും ഒപ്പം തന്നെ BJP അടക്കം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അടക്കം രാഷ്ട്രപതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഭക്തരുടെ ആശങ്കയടക്കം വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ നിലവിലുള്ള സാമൂഹ്യ വിഷയങ്ങളടക്കം ചർച്ച ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടിക്കാഴ്ച അല്പസമയം നീണ്ടു നിന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പത്മനാഭസ്വാമിയുടെ അനന്തശയന രൂപവും BJP പ്രതിനിധി സംഘം രാഷ്ട്രപതിക്ക് സമ്മാനിച്ചതിന് ശേഷമാണ് ആ ഒരു കൂടിക്കാഴ്ച അവസാനിച്ചത്. നാളെ ശബരിമല കർമ്മസമിതിയുടെ പ്രതിനിധികളും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് ഈ കാട്ടുകൊള്ളയെക്കുറിച്ച് ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.